വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. നമ്മൾ പുതിയ SCERT ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പഠിക്കാത്തവർക്കും ഇനി പഠിച്ചു കഴിഞ്ഞവർക്ക് റിവിഷൻ പോലെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പുതിയ SCERT നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സും SCERT അനുബന്ധ വിവരങ്ങളും SCERT റിലേറ്റഡ് ഫാക്ട്സൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പരീക്ഷകൾ ചോദിച്ച ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT ഫാക്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഏതാണ് 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സയൻസിലെ 1ഉം 2ഉം ചാപ്റ്റർ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ജലം നിത്യജീവിതത്തിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ, ഒരു കുട്ടി പറയുന്നുണ്ട് എത്ര വേഗത്തിലാണ്, എങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? പുഴ എന്താണ് പറയുന്നത്? ഞാൻ ഒഴുകിയിട്ടില്ലെങ്കിൽ ആളുകൾക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം? പുഴവെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. നമ്മൾ പുഴവെള്ളം കുളിക്കുന്നതിനും കൃഷിക്കും വസ്ത്രം അലക്കുവാനായിട്ടും അതുപോലെ തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി നിർമ്മാണത്തിന് കുടിവെള്ളത്തിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പുഴയെ ആശ്രയിക്കുന്നുണ്ട്. ഇതൊക്കെ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. പുഴയിലെ വെള്ളം നമ്മൾ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ലേ. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കിണർ, കുഴൽ കിണർ, മഴവെള്ളം, അരുവി, കുളം, കനാലുകളൊക്കെ എന്താണ്? സ്രോതസ്സുകളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ, പുഴവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധീകരിച്ചിട്ടാണ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധീകരണ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താണ് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളിൽ പറയുന്നത്? വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. വലിയ മാലിന്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചു മാറ്റുന്നു. മാലിന്യങ്ങൾ അടിയാനായിട്ട് അനുവദിക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? മാലിന്യങ്ങൾ അടിയാനായിട്ട് അനുവദിക്കും. അതിനുശേഷം പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വലിയ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നു. ഈ മാലിന്യങ്ങളെ അടിയാനായിട്ട് അനുവദിക്കുന്നു. പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതിനുശേഷം എന്താണ് വരുന്നത്? ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടമാണ് വരുന്നത്. ഈ വിതരണ ഘട്ടങ്ങൾ എന്താണ് ചെയ്യുന്നത്? ടാങ്കിൽ സംഭരിക്കും. അത് ചില വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ ആദ്യമായിട്ട് എന്താ പറയുന്നത്? ആദ്യം തന്നെ വലിയ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അരിച്ചു മാറ്റും. അതിനുശേഷം അത് അടിയാനായിട്ട് അനുവദിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അത് അരിച്ചു മാറ്റും. കൂടി വരിച്ചു മാറ്റാണ് അല്ലേ. പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് ഓരോരോ മാലിന്യങ്ങളെയും വേർതിരിച്ചരിച്ച് മാറ്റാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ടിടും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ടാങ്കിൽ സംഭരിക്കാം. ടാങ്കിൽ സംഭരിച്ചതിന് ശേഷം അത് ജലം വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശുദ്ധീകരണ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെ ശുദ്ധീകരണ മാർഗ്ഗങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് എങ്ങനെയാണോ അതേല്ലേ നമ്മുടെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ വെള്ളം എത്തുന്നുണ്ടായിരിക്കാം. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകളാണുള്ളത്? ഏതൊക്കെ സ്രോതസ്സുകളാണുള്ളത്? വീട്ടിലേക്ക് വെള്ളം എത്തുന്നതിനായിട്ടുള്ള മറ്റെല്ലാം എന്തൊക്കെ സ്രോതസ്സുകളാണുള്ളത്? കിണറുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്തുണ്ടാവും? കുഴൽ കിണറുണ്ടാവും അല്ലേ. കുഴൽ കിണറുണ്ടായിരിക്കും. കുഴൽ കിണറുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ്? കുഴൽ കിണർ, മഴവെള്ളം അല്ലേ. കുഴൽ കിണർ, അതുപോലെ തന്നെ മഴവെള്ളം ഉണ്ടാവാം. അതുപോലെ തന്നെ അരുവി ഉണ്ടാവല്ലോ. അരുവിയിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ടല്ലോ അല്ലേ. മഴവെള്ളം, അതുപോലെ തന്നെ അരുവിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്? കുളം, കനാലുകൾ അല്ലേ. കുളം അതുപോലെ തന്നെ കനാലുകളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ. കുളം, കനാലുകളിൽ നിന്നും വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകളാണ് നമ്മൾ പറഞ്ഞത്? കുഴൽ കിണർ, മഴവെള്ളം, അരുവി, കുളം, കനാലുകൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് നൽകിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലേ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധനവ്, അതുപോലെ തന്നെ ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവ് എന്നിവയ്ക്ക് കാരണം എന്ത് സംഭവിക്കുകയാണ്? ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ് അല്ലേ. ജനസംഖ്യ, അതായത് ആളുകൾ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് എന്താണ്? ജലം ലഭിക്കുന്നില്ല, ജലമലിനീകരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം എന്ത് ചെയ്യുകയാണ്? നമുക്ക് ജലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് എന്താണ് കിട്ടുന്നില്ല? ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്നത് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം എത്രയാണ്? ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ജലത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞു വന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ്? അതൊക്കെ നമ്മൾ എന്താവശ്യത്തിനായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ആയിരിക്കും അല്ലേ? ഓരോരുത്തർക്കും എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നും എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെന്നൊക്കെ ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ ഏകദേശം അളവ് നമുക്ക് നോക്കിയാലോ? നോക്കാം അല്ലേ? തലച്ചോറിൽ എത്ര ശതമാനമാണ്? തലച്ചോറിൽ 73%. രക്തത്തിൽ എത്ര ശതമാനമാണ്? 94%. വൃക്കകളിൽ 79%. പേശികളിൽ 75%. പിന്നെ ഹൃദയത്തിലും 75%. ശ്വാസകോശങ്ങളിൽ 83%. അസ്ഥികളിൽ 31%. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് എന്തിനാണ്? രക്തത്തിനാണ് അല്ലേ? രക്തത്തിനാണ് ഏറ്റവും കൂടുതൽ ജലം ആവശ്യമുള്ളത്. അതിനുശേഷം പിന്നെ എന്തിനാണ് വരുന്നത്? ശ്വാസകോശങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ? ശ്വാസകോശങ്ങൾക്ക് 83% ജലം ആവശ്യമുണ്ട്. പിന്നെന്താണ്? തലച്ചോറ്, വൃക്കകൾക്ക് ആവശ്യമുണ്ട് അല്ലേ? വൃക്കകൾക്ക് 79%. പിന്നെ പേശികൾക്കും ഹൃദയത്തിനും 75%. തലച്ചോറിന് 73%. അസ്ഥികൾക്ക് 31%. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഓരോ ഭാഗങ്ങൾക്കും എത്രത്തോളം ആവശ്യമാണ് വെള്ളം എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലായി. ഇനി ജലം സസ്യങ്ങളിൽ എങ്ങനെയാണ്? മനുഷ്യരിലെ കാര്യം പറഞ്ഞല്ലേ? ഇനി എങ്ങനെയാണ് ജലം സസ്യങ്ങൾക്ക് ജലം ആവശ്യമാണല്ലേ? സസ്യങ്ങൾക്ക് എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ പറഞ്ഞു എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇനി സസ്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും ജലം ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് ഈ സസ്യങ്ങളിലേക്ക് ഈ ജലത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നോക്കിയേ. പ്രകാശ സംശ്ലേഷണത്തിന് ജലം എന്ന് പറയുന്ന ആവശ്യമായ ഘടകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന്. പിന്നെ എന്താണ് പറയുന്നത്? ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് സസ്യഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്? വെള്ളത്തിലൂടെയാണല്ലേ? വെള്ളത്തിലൂടെയാണ് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ലവണങ്ങൾ ആഗിരണം ചെയ്തിട്ട് അത് ഇലകളിലേക്ക് എത്തിക്കുന്നതിന് നേരെ തിരിച്ചില്ല ഇലകളിലേക്ക് എത്തിക്കുന്നതിനും ജലം ആവശ്യമാണ്. ഇലകളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണത്തിന്, അതുപോലെ തന്നെ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, സസ്യശരീരത്തിൻ്റെ ഘടനകൾ നിലനിർത്തുന്നതിന്. അപ്പോൾ എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. മനുഷ്യരിലും സസ്യങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലായി അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നിറവും ആകൃതിയും എന്ന് പറയുന്നുണ്ട് അല്ലേ? നമുക്കറിയാം നമ്മുടെ വെള്ളത്തിന് ശുദ്ധജലത്തിന് എന്തില്ല? നിറവും മണ്ണൊന്നും ഉണ്ടായിരിക്കില്ല. അത് എപ്പോഴും ശുദ്ധജലമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ജലത്തിന് ആകൃതി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജലത്തിന് ഓരോ സവിശേഷതകളാണ് പറയുന്നത്. ജലത്തിന് നിറവും മണവും ഇല്ല, അത് ശുദ്ധജലമാണ്. ഇനി അതുപോലെ തന്നെ ജലത്തിന് ആകൃതി ഉണ്ടോ? ഇല്ല അല്ലേ? ജലത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഓരോ പാത്രത്തിൻ്റെയും അളവിനനുസരിച്ചായിരിക്കും അല്ലേ? ജലത്തിന് നിശ്ചിത ആകൃതി ഉണ്ടായിരിക്കില്ല. ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി അനുസരിച്ചായിരിക്കും, ഓരോ പാത്രങ്ങളുടെയും ആകൃതി അനുസരിച്ചായിരിക്കും എന്ത് പറയുന്നത്? ജലത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ജലത്തിനെ കുറിച്ചിട്ട്? ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ജലത്തിന് നിറവും മണവും ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഓരോ പാത്രത്തിനനുസരിച്ചായിരിക്കും ഓരോ ജലത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? വ്യാപ്തം എന്ന് പറയുന്നില്ല, അതാണെങ്കിൽ ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആകൃതി എന്ന് പറയുന്നത് എന്തില്ല? ജലത്തിന് ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് സവിശേഷതയാണ് മുങ്ങുന്നവയും മുങ്ങാത്തവയും. നമുക്കറിയാമല്ലേ ഓരോ വസ്തുക്കളും നമുക്ക് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവയുണ്ടാവും, മുങ്ങി താഴുന്നവയും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടല്ലോ. നോക്കി, ഇവിടെ കടലാസ് തോണി കാണിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. താഴെ നൽകിയ വസ്തുക്കളിൽ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്നൊക്കെ ഊഹത്തിൽ പറയാനായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ? കല്ല് എന്ന് പറയുന്നത് എന്താണ്? കല്ല് എന്ന് പറയുന്നത് എന്തായാലും താഴ്ന്നു പോകുകയായിരിക്കും ചെയ്യുന്നത്. കല്ല് എന്ന് പറയുന്നത് ജലത്തിൽ താഴ്ന്നു പോകുകയാണ് ചെയ്യുന്നത്. ഇനി ബലൂൺ ആണെങ്കിൽ പൊങ്ങിക്കിടക്കുകയാണല്ലേ ചെയ്യുന്നത്. ബലൂൺ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. നാണയമാണെങ്കിൽ താഴ്ന്നു പോകും. അതുപോലെ തന്നെ തടിക്കഷ്ണം എന്തായാലും പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. കർപ്പൂരം എന്താണ്? കർപ്പൂരം ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. പ്ലാസ്റ്റിക്കും ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക.
ഇരുമ്പാണി താഴ്ന്നു പോകില്ല, ഇരുമ്പാണി താഴ്ന്നു പോകും. ഇലെന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. മെഴുകും പൊങ്ങിക്കിടക്കും. ഐസും പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ചെറിയ പിള്ളേരുടെ ആക്ടിവിറ്റീസ് ആണ്. എന്നാലും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകാമെന്ന് വിചാരിച്ച ക്ലാസ് ആയ കാരണമാണ് എല്ലാ പോയിൻറ്റ്സും ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ നമുക്ക് മനസ്സിലായി ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് മുങ്ങുന്നതും അതിൽ പൊങ്ങുന്നതും അല്ലേ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പൊങ്ങിക്കിടക്കുന്നതിനുള്ള കഴിവ് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ചില സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ചെങ്ങാടത്തിലെ യാത്ര എന്ന് പറയുന്നത് ശരിയാണല്ലേ. ചെങ്ങാടത്തിലെ യാത്രയ്ക്ക് എന്തുപയോഗിക്കുന്നുണ്ട്? ഇത് ചെങ്ങാടം എന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാരണം മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തൽ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണ്? നമ്മൾ മുങ്ങി താഴാതിരിക്കുന്നതിന് വേണ്ടി ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലേ. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിന് എക്സാമ്പിളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എന്തിന് എക്സാമ്പിളാണ്? ഈ പൊങ്ങിക്കിടക്കുന്നത് ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ വാഴപ്പിണ്ടി ഉപയോഗിച്ച് നീന്തലുണ്ടല്ലേ, പണ്ടൊക്കെ വാഴപ്പിണ്ടി ഉപയോഗിച്ച് നീന്തൽ. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാറ്റ് നിറച്ച ട്യൂബുകൾ ഉപയോഗിച്ചുള്ള നീന്തലുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് പൊങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക? ഈ തടി അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടി, അതുപോലെ തന്നെ എന്താണ്, കാറ്റ് നിറച്ച ട്യൂബുകൾ വാഹനങ്ങളുടെ കാറ്റ് നിറച്ച ട്യൂബുകളിലൊക്കെ നീന്താനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നദിയിലൂടെ തടിയൊക്കെ കൊണ്ടുപോയിരുന്നത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എപ്പോഴും നദിയിലൂടെ തടിയൊക്കെ കൊണ്ടുപോകുന്നതിനായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ പൊങ്ങി കിടക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ സവിശേഷതയും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് ലയിക്കുന്നവയും ലയിക്കാത്തവയും എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. ജലത്തിന് ലയിക്കുന്നവയും ലയിക്കാത്തവയും എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. നമുക്കറിയാം. നമുക്ക് നോക്കാം. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല അല്ലേ. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുന്നില്ല. വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളും ഉണ്ടെന്ന് നമുക്ക് അറിയാം. നമുക്കിവിടെ ഒരു പിക്ചറിൽ നൽകിയിട്ടുണ്ട്. എന്താണ്? പഞ്ചസാര, ഉപ്പ്, വിനാഗിരി ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? പഞ്ചസാര എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നതാണ്. ശരിയാണല്ലേ. ഉപ്പും ജലത്തിൽ ലയിക്കുന്നുണ്ട് അല്ലേ. വിനാഗിരിയും ജലത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പക്കാരം ജലത്തിൽ ലയിക്കുന്നുണ്ട്. സോപ്പ് പൊടിയും ജലത്തിൽ ലയിക്കുന്നുണ്ട്. പിന്നെന്താണ്? തുരിശ്, മണ്ണെണ്ണ വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. മണ്ണെണ്ണ ജലത്തിൽ ലയിക്കുന്നില്ല. വെളിച്ചെണ്ണ ലയിക്കുന്നില്ല. മെഴുകു ലയിക്കുന്നില്ല അല്ലേ. മെഴുകെന്ന് പറയുന്നത് ലയിക്കുന്നില്ല. കർപ്പൂരം ലയിക്കില്ല. കർപ്പൂരം പൊങ്ങിക്കിടക്കാമെന്ന് പറഞ്ഞു. മെഴുകും പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. തുരിശ് ലയിക്കും. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ലയിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലയിക്കുന്ന ഏതാണെന്ന് മനസ്സിലായില്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ്, സോപ്പ് പൊടി, അപ്പക്കാരം, വിനാഗിരി, പഞ്ചസാര, ഉപ്പൊക്കെ എന്താണ്? ലയിക്കുന്നവയാണ്. മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുകും, കർപ്പൂരം എന്താണ്? ലയിക്കാത്തവയാണ്. അപ്പോൾ ആ ഒരു സവിശേഷതയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നോക്കി ഒരു അക്വേറിയം നൽകിയിട്ടുണ്ട്. അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ നൽകിയിരിക്കുകയാണ്. അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ എവിടെ നിന്നായിരിക്കാം ലഭിക്കുന്നതെന്ന്. എങ്ങനെയായിരിക്കാം? ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. നമുക്കറിയാം ജലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം H2+O ആണ്. അപ്പോൾ ഇതിലൊരു ഓക്സിജൻ ഉണ്ടല്ലോ. ഈ ഓക്സിജനാണ് അക്വേറിയത്തിലുള്ള മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്ത് വരുന്നത് നമുക്കറിയാം അല്ലേ. സോഡ കുപ്പി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുമിളകൾ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സോഡ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. ജലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉപയോഗിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകും. അങ്ങനെയാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീനം, ലായകം, ലായനി എന്ന് പറയുന്ന 3 സവിശേഷതകളാണ്. ലീനം, ലായകം, ലായനി നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്സൊക്കെ. ലീനം, ലായകം, ലായനിയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ലീനം എന്ന് വെച്ചാൽ എന്താണ്? ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. എന്താണോ ലയിക്കുന്നത് അതിനെയാണ് എന്ന് പറയുന്നത് ലീനം എന്ന് പറയുന്നത്. എന്തിലാണോ ലയിച്ചു ചേരുന്നത്, ഏത് സാധനങ്ങളിലാണോ ലയിച്ചു ചേരുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത്. ഏതിലാണോ ലയിച്ചു ചേരുന്നതിനെ എന്ന് പറയാം? ലായകം എന്ന് പറയാം. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു.
അതുപോലെ തന്നെ ആ വസ്തുവിനെ എന്തിലാണോ ലയിച്ച് ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലായനി എന്ന് പറയുന്നത്. നമുക്ക് ഈ ടേബിൾ വെച്ച് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പഞ്ചസാര ലായനിയാണെന്നുണ്ടെങ്കിൽ ലീനം എന്താണ്, ലീനം ലയിക്കുന്നത് എന്താണ്, പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയാണ് ലയിക്കുന്നത്. അപ്പോൾ അതാണ് ലീനം. എന്തിലാണ് ലയിക്കുന്നത്, ഈ പഞ്ചസാര എന്ന് പറയുന്നത് എന്തിലാണ് ലയിക്കുന്നത്, വെള്ളത്തിലാണ് ലയിക്കുന്നത്. അപ്പോൾ ഇതിനെന്ന് പറയാം, ലായകം എന്ന് പറയാം. ഇനി സോഡയാണെങ്കിലോ സോഡയിലാണ് നമ്മൾ പറഞ്ഞു എന്താ, കാർബൺ ഡൈ ഓക്സൈഡാണ് ലയിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡാണ് ലയിക്കുന്നത്. ലായകം എന്ന് പറയുന്നത് എന്താണ്, വെള്ളം തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം തുരിശ് എന്ന് പറയുന്ന ഒരു ലായനി എന്ന് പറയുമ്പോൾ തുരിശ് ലായനിയിൽ ലീനം ഏതായിരിക്കാം, തുരിശായിരിക്കും കേട്ടോ. തിരിശായിരിക്കും ലായനി ലീനം എന്ന് പറയുന്നത് തുരിശാണ്, അതിൽ ലയിക്കുന്നത് തുരിശാണ്, ജലത്തിലാണ് ലയിക്കുന്നത്. ഓക്കെ, ഇനി അതാണ് ലായകം എന്ന് പറയുന്നത്. ഇനി നേർപ്പിച്ച വിനാഗിരിയാണെന്നുണ്ടെങ്കിലും ലയിക്കുന്നത് എന്നാണ്, വിനാഗിരിയാണ് ലയിക്കുന്നത്. അപ്പോൾ വിനാഗിരി എന്ന് പറയാം, ലീനം എന്ന് പറയാം. ഇനി വെള്ളത്തിലാണ് ലയിക്കുന്നത്, അത് കാരണം അതിനെന്ന് പറയാം, ലായകം എന്ന് പറയാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. എന്താണോ ലയിക്കുന്നത് അതിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചക്ക, പശ, ടാറ് എന്നിവ പറ്റി പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകി കളയാനാവാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ചക്ക, പശയും ടാറൊക്കെ നമുക്ക് കൈമലാവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നീക്കം ചെയ്യാനായിട്ട് എളുപ്പമല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ കൈമലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെളിച്ചെണ്ണ പരട്ടുന്നത് കാണാറുണ്ട് അല്ലേ. നമ്മൾ ചക്ക ആക്കുമ്പോൾ എന്താ വെളിച്ചെണ്ണ പരട്ടാറുണ്ട്. അപ്പോൾ ടാറും ചക്കപ്പശയൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ പുരട്ടിയിട്ടാണ് ഈ ടാറൊക്കെ നീക്കം ചെയ്യാനായിട്ട് നോക്കുന്നത്. കാരണം എന്താണ്, ചക്കപ്പശയും ടാറും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലുമാണ് ലയിക്കുന്നത്, വെള്ളത്തിൽ ലയിക്കില്ല. എന്തൊക്കെയാണ്, ചക്കപ്പശയും ടാറും എന്തിനാണ് ലയിക്കുന്നത്, മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലുമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ചക്കപ്പശയും ടാറൊക്കെ ലയിക്കുന്നത് കേട്ടോ. അത് കാരണമാണ് നമുക്ക് നീക്കുന്നതിനായിട്ട് പറ്റാത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യുവാൻ എന്താണ് മാർഗം? ബോൾ പേനയിലെ മഷിയൊക്കെ വസ്ത്രത്തിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ മഷി എന്ന് പറയുന്നത് നമ്മൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രത്തിൽ പുരണ്ട ബോൾ പേനിൻ്റെ മഷിയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. എന്താണ് സാനിറ്റൈസർ, അതായത് ആൽക്കഹോളിൽ, സാനിറ്റൈസർ എന്ന് വെച്ചാൽ എന്താണ്, ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോളിലാണ് എന്ത് ലയിക്കുന്നത് നമുക്ക് മനസ്സിലായി, മഷി ആൽക്കഹോളിലാണ് ലയിക്കുന്നത്. അപ്പോൾ ഈ ആൽക്കഹോൾ അത് സാനിറ്റൈസറിലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് പറയാം, ഇത് മഷി നീക്കുന്നതിനായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ മഷി എന്ന് പറയുന്നത് വെള്ളത്തിലല്ല ആൽക്കഹോളിലാണ് ലയിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ്, ഈ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളൊക്കെ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പഞ്ചസാര എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. പഞ്ചസാര എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കും. ഉപ്പും ജലത്തിൽ ലയിക്കും. അപ്പക്കാരവും ജലത്തിൽ ലയിക്കും. തുരിശും ജലത്തിൽ ലയിക്കും. കർപ്പൂരം എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നില്ല കേട്ടോ. കർപ്പൂരം എന്ന് പറയുന്നത് എന്താണ്, ജലത്തിൽ ലയിക്കുന്നില്ല. ഇനി പഞ്ചസാര എന്ന് പറയുന്നത് മണ്ണെണ്ണയിൽ ലയിക്കോ? ഇല്ല കേട്ടോ. പഞ്ചസാര എന്ന് പറയുന്നത് മണ്ണെണ്ണയിൽ ലയിക്കില്ല. ഉപ്പ് മണ്ണെണ്ണയിൽ ലയിക്കില്ല. അപ്പക്കാരം ലയിക്കില്ല. തുരിശും ലയിക്കില്ല. പക്ഷേ കർപ്പൂരം മണ്ണെണ്ണയിൽ ലയിക്കും. ഇനി വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലോ പഞ്ചസാരയും ഉപ്പും അപ്പക്കാരം തുരിശും ഒന്നും വെളിച്ചെണ്ണയിൽ ലയിക്കില്ല. പക്ഷേ കർപ്പൂരമാണ് മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. അപ്പോൾ സാർവിക ലായകം ഏതാണ്? ജലമാണ് സാർവിക ലായകം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ജലമാണ് സാർവിക ലായകം എന്ന് പറയുന്നത്. ഈ ജലത്തിൻ്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജലത്തിൻ്റെ ലായക ശേഷി ഉപയോഗിക്കുന്നത്? നമുക്കറിയാമല്ലേ, വസ്ത്രങ്ങൾ അലക്കുന്നതിനായിട്ട് ഈ സോപ്പും പൊടിയൊക്കെ ലയിക്കുന്ന കാരണം നമുക്ക് എന്താണ്, വസ്ത്രങ്ങൾ അലക്കുന്നതിനായിട്ട് ഈ ലായക ശേഷിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ചില പാനീയങ്ങളൊക്കെ തയ്യാറാക്കുന്നതിനായിട്ട് പഞ്ചസാര ലയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിവിധ തരം പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ടും ഈ ലായകശേഷി പ്രയോജനപ്പെടുത്താം. മരുന്നുകൾ കഴിക്കുമ്പോഴോ വെള്ളത്തിലാണല്ലേ ലയിക്കുന്നത്. മരുന്നുകൾ കഴിക്കുമ്പോൾ, ചെടികൾ നനയ്ക്കുമ്പോൾ, പെയിൻറ്റുകൾ നേർപ്പിക്കുമ്പോൾ, അഴുക്കുകൾ കഴുകിക്കളയുമ്പോഴൊക്കെ ഈ ഒരു സന്ദർഭമാണ് ഉപയോഗിക്കുന്നത്.
നെക്സ്റ്റ് 3 സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ? 2 ഗ്ലാസ്സുകളിൽ, ഒന്നാമത്തെ സന്ദർഭം എന്താണ്? 2 ഗ്ലാസ്സുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര തരി ഇടുക, മറ്റൊന്നിലാണെങ്കിൽ പൊടിച്ച പഞ്ചസാര ഇടുക. ഒന്നിൽ പഞ്ചസാര തരി മാത്രമായിട്ട് ഇടുക, ഒന്നിൽ മറ്റേതിലോ പൊടിച്ച പഞ്ചസാര ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുക? പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ വേഗത്തിൽ അലിയില്ലേ, എന്നാൽ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സാവധാനത്തിലായിരിക്കും അലിയുക. നെക്സ്റ്റ് സന്ദർഭം എന്താണ്? 2 ഗ്ലാസ്സുകൾ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെ ഇടുക, രണ്ടാമതിൽ പഞ്ചസാര ഇളക്കിയിടുക. അപ്പം നമുക്കറിയാം പഞ്ചസാര ഇളകുന്നതായിരിക്കാം പെട്ടെന്ന് വേഗത്തിൽ ലയിക്കുന്നത് അല്ലേ. പഞ്ചസാര ഇളക്കാത്തത് എന്തായിരിക്കും? പതുക്കെ സമയം എടുത്തിട്ടായിരിക്കാം ലയിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി മഷി ലയിപ്പിച്ച് നോക്കാനാണ് പറയുന്നത്. ഒരു തുള്ളി മഷി ലയിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്തായിരിക്കും? മഷി ചൂടുവെള്ളത്തിലാണ് വേഗത്തിൽ അലിയുക, എന്നാൽ തണുത്ത വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് അലിയുക. അപ്പോൾ പഞ്ചസാരയും അതുപോലെ തന്നെ മഷിയുടെയും വേഗതയിൽ നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, വസ്തുക്കളുടെ ലയനവേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? വസ്തുക്കളുടെ ലയനവേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്താണ് പൊടിച്ചിട്ടു അല്ലേ. ഒന്നാമത്തെ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്തത്? പൊടിച്ചിട്ടു, അതുപോലെ തന്നെ പൊടിക്കാതെ ഇട്ടു. അപ്പോൾ അവിടെ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് അല്ലേ, പ്രതല വിസ്തീർണം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പഞ്ചസാര പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രതല വിസ്തീർണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വേഗത്തിൽ ജലത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പോൾ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് ലയനവേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് പ്രതല വിസ്തീർണം. ഓക്കെ, പ്രതല വിസ്തീർണം കൂടുന്നപ്പോഴാണ് ഈ പൊടിച്ച് പഞ്ചസാര ഇടുമ്പോഴാണ് പ്രതല വിസ്തീർണം കൂടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വേഗത്തിൽ ലയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സന്ദർഭത്തിൽ നമ്മൾ എന്തായിരുന്നു? ഇളക്കിയിട്ടു, അതുപോലെ തന്നെ ഇളക്കാതെ ഇട്ടു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? വേഗമാണ് അല്ലേ, വേഗമാണ് നടക്കുന്നത്. അതായത് വേഗം എന്ന് പറയുന്ന, അതായത് സ്പീഡിൽ നമുക്ക് വേഗത്തിൽ ലയിക്കുന്ന ഏതാണ്? വേഗത്തിൽ ലയിക്കുന്നത് എന്താണ്? നന്നായിട്ട് ഇളക്കിയപ്പോഴാണല്ലേ. ഇപ്പോൾ വേഗമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്ത. മൂന്നാമത്തെ സന്ദർഭത്തിലാണെങ്കിൽ താപനിലയായിരുന്നു അല്ലേ. ചൂടുവെള്ളം തണുത്ത വെള്ളത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താപനില ചൂടുവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലയിച്ചു അല്ലേ. അപ്പോൾ താപനില എന്ന് പറയുന്നത് എന്താണ്? സ്വാധീനിക്കുന്ന ഘടകമാണ്. പ്രതല വിസ്തീർണം, വേഗവും താപനിലയാണ് എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഈ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ജലം പല രൂപത്തിലുണ്ട്. ജലം പല രൂപത്തിലുണ്ട്. നമുക്കറിയാം വെള്ളത്തിൻ്റെ ഖരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഐസാണ്. വെള്ളത്തിൻ്റെ ഖരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഐസാണ് അല്ലേ. ഈ ഐസ് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത്? ഏതൊക്കെ അറിയാം? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ട് ഐസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ചികിത്സാ രംഗത്തും എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ തണുത്ത ഐസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വേദന, നീർക്കെട്ടൊക്കെ മാറുന്നതിനായിട്ടൊക്കെ എന്താണ് അണുബാധ മാറ്റുന്നതിനായിട്ടൊക്കെ ഐസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐസ് സ്പോർട്സുകൾ ഉണ്ടല്ലോ അല്ലേ. സ്പോർട്സുകൾ ഉണ്ടായിരിക്കും, ഐസിൻ്റെ സ്പോർട്സുകൾ ഉണ്ടായിരിക്കാം അതിൽ. അതായത് ഇപ്പോൾ ഐസ് സ്കേറ്റിങ്ങോ ഐസ് ഹോക്കിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, ഐസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പാനീയങ്ങൾ തണുപ്പിച്ചില്ലേ, നമുക്കറിയാം വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മരുന്നുകൾ കേടുകൂടാതിരിക്കുന്നതിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, ഐസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഐസ് ഉരുകി വെള്ളമായിട്ട് മാറാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഒരു പരീക്ഷണമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസിനെ കുറച്ച് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക? നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തായിരിക്കും? അത് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാകും. ഐസ് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഐസ് ചൂടാക്കുമ്പോൾ വെള്ളമായിട്ട് മാറും. പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജലം ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? നീരാവി ഉണ്ടാകും അല്ലേ. വെള്ളം തിളയ്ക്കുമ്പോൾ നീരാവി ഉണ്ടാകും. ഇനി വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടുപ്പിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ എന്താണ് കാണുക? വെള്ളത്തുള്ളികൾ കാണാനായിട്ട് പറ്റും. അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തുള്ളികൾ കാണാനായിട്ട് പറ്റും. ഇനി ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? അരി വേവിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഉപയോഗിക്കുന്നത്? ചികിത്സാ രംഗത്ത് ആവി പിടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചൂട് വഹിക്കാനുള്ള വെള്ളത്തിനുള്ള കഴിവാണ് നമ്മൾ ആവി പിടിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ. അതായത് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത് ആവി പിടിക്കുന്നതിനൊക്കെ. വേദന കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പേശികൾ റിലാക്സ് ആകുന്നതിന് വേണ്ടി വേദന കുറയ്ക്കുന്നതിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വേദന കുറയ്ക്കുന്നതിനായിട്ട് ഈ ചൂട് വഹിക്കാനുള്ള കഴിവിനാണ് പ്രയോജനപ്പെടുത്തുന്നത്. വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ വൈദ്യുതി നിർമ്മാണം, സ്റ്റീം എഞ്ചിനുകൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് നോക്കുന്നത്. ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി വരുന്നത് നമ്മൾ കണ്ടു അല്ലേ. ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായിട്ട് ഉയരുന്നുള്ളത്. അപ്പോൾ
ഒരു നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഒരു നനഞ്ഞ തുണി ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജലാംശം എന്താ സംഭവിക്കുക? ചൂടാകുമ്പോൾ ജലം ബാഷ്പമായിട്ട് ഉയരും. അപ്പോൾ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജലാംശം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ബാഷ്പമായിട്ട് മാറും അല്ലേ? അങ്ങനെ ബാഷ്പമായിട്ട് മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? തുണികൾ ഉണങ്ങുന്നത്. അപ്പോൾ ബാഷ്പീകരണം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നത്, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണെന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ജലനിരപ്പാണ് പറയുന്നത്. കെട്ടിട നിർമ്മാണത്തിനായിട്ട് നമ്മൾ ലെവൽ ട്യൂബൊക്കെ ഉപയോഗിച്ച് ജലത്തിൻ്റെ അളവൊക്കെ നോക്കുന്നുണ്ട് അല്ലേ? അത് അങ്ങനെ കാണാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം? ഒരു കെട്ടിട നിർമ്മാണത്തിനായിട്ട് ലെവൽ ട്യൂബിൽ ജലം നിറച്ച് എന്താണ് ഉപയോഗിക്കുന്നത്, അളവെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജലനിരപ്പ് നമുക്ക് പരിശോധിക്കുന്നതിനായിട്ടും ഈ വെള്ളത്തിൻ്റെ ജലനിരപ്പ് പരിശോധിക്കുന്നതിനായിട്ട് നമുക്ക് ഓരോ മീറ്റർ വെച്ചിട്ടൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല. ലെവൽ ട്യൂബ് വെച്ചിട്ടൊക്കെ നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറൊരു ഉപകരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുന്നത്? ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുക? ജലസ്രോതസ് വറ്റുമ്പോൾ ജലനിരപ്പ് താഴും. കാരണം എന്താണ്? ജലം വിതാനം സംഭവിക്കുന്നുണ്ട്. അതായത് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴാനായിട്ട് ഇടയാക്കുന്നതാണ് ജലം വിതാനം സംഭവിക്കുന്നത് മൂലമാണ്. അപ്പോൾ ജലസ്രോതസ് വറ്റാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വീടുകളിലും വെള്ളം കുറയുന്നതിൻ്റെ ചാൻസ് ജലവിധാനം സംഭവിക്കുന്ന കാരണമാണ്. അപ്പോൾ വിധാനം പാലിക്കുന്നത് പറയുന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ജലസ്രോതസ്സുകൾ. ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം കരഭാഗത്ത് കടൽ ഭാഗം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടലാണ് കൂടുതലായിട്ടുള്ളത് അല്ലേ? നമ്മുടെ ചുറ്റുപാടിലും എന്തൊക്കെ ശുദ്ധജല സ്രോതസ്സുകളാണ് ഉണ്ടായിരിക്കുക? നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരുവി, പുഴ, കുളങ്ങൾ, നദികൾ, മഴവെള്ളം, ഹിമാലയങ്ങളൊക്കെ കാണുന്നതിനായിട്ട് പറ്റും അല്ലേ? ഇനി എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് ഞങ്ങൾക്കില്ലാതെ ജീവിക്കാനില്ല എന്ന് പറയുന്നത്. അതായത് ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിലേക്ക് ഉയരും. പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായിട്ട് മാറും. മേഘങ്ങൾ എന്ത് സംഭവിക്കും? അവിടെ വെച്ച് ചെറു കണികകളായിട്ട് ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളിയായിട്ട് ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെയാണ് ജലസ്രോതസ്സുകളുടെ ഭാഗമാകുന്നത്. അപ്പോൾ മഴ എന്ന് പറയുന്നത് ചൂട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിലേക്ക് ഉയരില്ലേ? അതായത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. എന്നിട്ട് നീരാവി തണുത്ത് എന്തായി മാറും? മേഘമായിട്ട് മാറും. ഈ മേഘം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? തണുത്തിട്ട് മഴയായിട്ട് മാറും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? മഴ ഉണ്ടാകുന്നത്. ഇനി മഴവെള്ളം കെട്ടി നിർത്തുന്നതിനായിട്ടൊക്കെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാം? ഇവിടെ നമ്മൾ കുറച്ച് പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നമ്മ ഈ ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാലും മനുഷ്യൻ്റെ ചില ഇടപെടൽ കാരണം ചില മലിനീകരണം സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെ മലിനീകരണം നടക്കുന്നത് നോക്കി കുളിപ്പിക്കുന്നതും വേസ്റ്റ് ഇടുന്നതൊക്കെ എന്താണ്? ചില മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലേ? ഇനി നാളേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കുന്നതിനായിട്ട് എന്തൊക്കെയുണ്ട്? മഴവെള്ള സംഭരണിയുണ്ട്, തടയണുണ്ട്, കയ്യാല, കിണർ റീചാർജ്. നമുക്ക് എന്താണ്? മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങളാണ് അല്ലേ? മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ് എന്നിവയൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ശുദ്ധജല അമൂല്യമാണത്, പാഴാക്കരുതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടല്ലോ ഇവിടെ ജലത്തിൻ്റെ അവസ്ഥാമാനത്തെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം ഇവിടെ ഐസ് ആണല്ലേ വരിക. ഐസ് എന്ന് പറയുന്നത് എന്താണ്? ഐസ് എന്ന് പറയുന്നത് എന്താവസ്ഥയാണ്? ഖരാവസ്ഥയാണ്. ജലത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത്. ഐസ് എന്ന് പറയുന്നത് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജലമായിട്ട് മാറില്ല. ജലം തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഐസായിട്ട് മാറും. ജലം ചൂടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നീരാവിയായിട്ട് മാറും. നീരാവിയായിട്ടാണ് ജലം ചൂടാക്കുമ്പോൾ നീരാവിയായിട്ടാണ് മാറുക. അതെന്ന് പറയുന്നത് എന്താ അവസ്ഥയാണ്? വാതകാവസ്ഥയാണ്. നീരാവി എന്ന് പറയുന്നത് വാതകാവസ്ഥയാണ്. അപ്പോൾ ജലം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയാണ്. ഐസ് എന്ന് പറയുന്നത് ഖരാവസ്ഥയാണ്. നീരാവി എന്ന് പറയുന്നത് വാതകാവസ്ഥയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റി നമ്മൾ കുറേ പ്രോസസ്സിങ് ഉപയോഗിക്കണമെന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലായി. പുഴ അതുപോലെ തന്നെ കുളം എന്നിവയിൽ നിന്നൊക്കെ ജലശുദ്ധീകരണ ഘട്ടങ്ങളുണ്ട്. അരിക്കൽ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്.
അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന മലിനീകരണമൊക്കെ തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലാസ്റ്റിക് കവറുകളൊന്നും കുപ്പികളൊന്നും വലിച്ചെറിയാതിരിക്കുക, രാസവളങ്ങളും ഫാക്ടറി മാലിന്യങ്ങളൊന്നും അതിലേക്ക് ഒഴുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ജലമലിനീകരണമൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് വരുന്നൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് മനസ്സിലായത് ഏതൊക്കെയാണ്? താപം വഹിക്കുന്നുണ്ട് അല്ലേ, താപം വഹിക്കുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കാരണം താപം വഹിക്കുന്നുണ്ട് മനസ്സിലായി. പിന്നെ എന്താണ്? വിധാനം പാലിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ, വിധാനം പാലിക്കുന്നുണ്ട്. ഇത് കെട്ടിട നിർമ്മാണത്തിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സാർവിക ലായകമാണെന്ന് മനസ്സിലായി, ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ജലത്തിനെ കുറിച്ച്, ജലത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.